ഇന്ന് നല്ലൊരു ചൂരമീൻ കറി ഉണ്ടാക്കാം. ഞാൻ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മുടെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ചൂരമീൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.